നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ചില സന്തോഷങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നുവരും. ചില വിഷമങ്ങൾ കാരണമറിയാതെ മനസ്സിനെ അലട്ടും. ചിലപ്പോൾ ആരോ നമ്മളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതായി തോന്നും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ എന്ന സംശയവും മനസ്സിലൂടെ കടന്നുപോകും. എന്നാൽ പ്രപഞ്ചം ഒരിക്കലും നിശബ്ദമല്ല. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് അത് പല സൂചനകളും അയച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലത് സ്വപ്നങ്ങളിലൂടെ, ചിലത് അനുഭവങ്ങളിലൂടെ, ചിലത് ചെറിയ അടയാളങ്ങളിലൂടെ. ഇന്നത്തെ ഈ തൊടുകുറി റീഡിങ്ങിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് അതിമനോഹരമായ ചെമ്പരത്തി പൂക്കളെയാണ്. ഒരു ഭാഗത്ത് ശക്തിയുടെയും വിജയത്തിന്റെയും പ്രതീകമായ ചുവന്ന ചെമ്പരത്തി, മറുവശത്ത് ശാന്തതയുടെയും ദൈവിക അനുഗ്രഹത്തിന്റെയും പ്രതീകമായ നീല ചെമ്പരത്തി. ഇവിടെ പൂവിനല്ല പ്രാധാന്യം, നിങ്ങളുടെ മനസ്സ് ഏത് പൂവിലേക്കാണ് ആദ്യം ആകർഷിക്കപ്പെടുന്നത് എന്നതാണ് പ്രധാനമായത്. കാരണം പലപ്പോഴും നമ്മുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഉള്ളിലെ ഊർജവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിനാൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഓർക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ കാണുക. ശേഷം അധികം ആലോചിക്കാതെ ചുവന്ന ചെമ്പരത്തിയോ നീല ചെമ്പരത്തിയോ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രഹസ്യം തുറന്നു കാണിച്ചേക്കാം. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആരാണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന എപ്പോൾ ഫലിക്കും? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യം എന്താണ്? അല്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇന്നത്തെ തൊടുകുറി റീഡിങ്ങിൽ നമുക്ക് അറിയാം. അതിനു മുൻപ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ പേര് രേഖപ്പെടുത്തുകയും എന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് എഴുതുകയും ചെയ്യൂ. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ഒന്നാമത്തെ പുഷ്പമായിട്ടുള്ള ചുവന്ന ചെമ്പരത്തി പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ഏറ്റവും ആദ്യം തന്നെ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. തൊടുകുറിയിൽ കാണുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു ശോകമായ അവസ്ഥയാണ്. ഇതിനെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒന്നിലധികം കാരണങ്ങൾ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരെങ്കിലും എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ഒരാളൊന്ന് സാധാരണ രീതിയിൽ ഒരു സ്നേഹാന്വേഷണം അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ മുന്നോട്ടു പോകുന്നു എന്ന തരത്തിൽ ഒരു ഒഴുക്കം മട്ടിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ അവരോട് മറുപടി പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു ഫുൾ ഫീൽനെസ് ജീവിതത്തിൽ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് ആഹ്ലാദിക്കുവാൻ പറ്റിയ ആ ഒരു പ്രസന്നമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ അല്ല, മറിച്ച് നിങ്ങളുടെ ഓരോ ദിവസവും അല്പം ആയാസപ്പെട്ടതാണ് നിങ്ങൾ മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരെയും അറിയിക്കാറുമില്ല. അതുമാത്രവുമല്ല, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാനുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് പ്രധാനമായും സാമ്പത്തികം തന്നെയാണ്. അങ്ങനെ സാമ്പത്തികമാണെങ്കിലും മറ്റു ചില തടസ്സങ്ങളും അതിനോടൊപ്പം ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. ഈ പറഞ്ഞത് പരിപൂർണമായിട്ടും ഈശ്വരാനുഗ്രഹത്തിന്റെ ഫലമായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്ന വരം തന്നെയാണ് എന്ന് തന്നെ തീർത്തും പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ആ സമയം നിങ്ങളുടെ അനുഭവത്തിലേക്ക് ഇത് വന്നു ചേരുവാൻ പോകുന്നത്. ഈ പറഞ്ഞതിന് എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ പറയുകയാണെങ്കിൽ അതൊരു സ്വപ്ന ദർശനം വഴിയാകാം, അല്ല എങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന ആ ഒരു വേളയിൽ ഒരു ആനന്ദ രൂപത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാകാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കൊതിച്ച ആ ഒരു ശുഭവാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തിയതിന്റെ ഒരു സന്തോഷവുമായിരിക്കാം. എന്തായാലും ശരി, നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു സൗഭാഗ്യത്തിന്റെ ഒരു സാമ്പിൾ എന്നോണം ഒരു ഭാഗ്യാനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മുൻപിൽ വന്നുപെട്ടിട്ടുണ്ട്. അത് ഏതെന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതിനുള്ള അവസരം നിങ്ങൾക്ക് ഓൾറെഡി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ
കിട്ടിക്കഴിഞ്ഞു. ഇതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇനി നടന്നു കിട്ടണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ല എങ്കിൽ പോലും അത് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ദർശനം നടത്തുവാൻ സാധിച്ചാൽ അത് അത്യുത്തമമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാം നമ്പർ ചിത്രത്തിലെ ചുവന്ന ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുവാനുള്ളത് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള നീല ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലങ്ങളാണ് എടുത്തു പറയുവാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് എടുത്തു പറയുവാനുള്ളത് നല്ല ആവേശവും ഉന്മേഷവും അതിനോടൊപ്പം നല്ല ചുറുചുറുക്കും നല്ല ചടുലതയും ഉള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊടുകുറി ഫലപ്രകാരം കാണുന്നത് ഈ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ഉറച്ച മനസ്സുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ, പാചകം, അതിനോടൊപ്പം ഈ വസ്ത്രങ്ങൾ എംബ്രോയ്ഡറി ചെയ്യുന്ന, നിറം പിടിപ്പിക്കുന്ന തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ രംഗങ്ങളിലും നല്ല മേൽക്കൈ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള പ്രത്യേകതയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെപ്പറ്റി ശരിയായ രീതിയിൽ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെയധികം സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു അത്യാവശ്യത്തിന് 1 രൂപ പോലും പെട്ടെന്ന് എടുക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷമാണ് പൊതുവായിട്ട് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഇവിടെ എടുത്തു പറയുവാനുള്ളത് ഈശ്വരകാരുണ്യം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധിയിൽ പെട്ടാൽ പോലും അവിടെ നിന്നും ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതാണ്. ആ ചില അവസരങ്ങളിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുമുണ്ട്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലയിടങ്ങളിലും ദൈവം നിങ്ങളുടെ രക്ഷകനായി അവതരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിയാൽ ഈ കുടുംബ ചെലവ് വളരെയധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത്. അതുകൊണ്ട് അത് അങ്ങോട്ട് നേരെ ചൊവ്വേ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ ഈ സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആ സംഖ്യകൾ, അതായത് ആ ഗഡുക്കൾ മുടങ്ങിയ ആ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾക്കുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ട് ഇടേണ്ടി വന്നിരുന്നതിനാലോ കഴിഞ്ഞ കാലങ്ങളിലെ വരവ് ചിലവുകൾ വേണ്ടത്ര നിയന്ത്രണം വയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് നിങ്ങളായിട്ട് കടമെടുത്തതോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്ന ആ അവസ്ഥയിലൊക്കെ കുറച്ച് ബാധ്യതകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർ എടുത്തുചാടി തീരുമാനമെടുത്ത് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് അല്പം ധനനഷ്ടങ്ങൾ, മാനസിക ബുദ്ധിമുട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾ ഈ വരുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ അത് അങ്ങനെ നീണ്ടുപോയാൽ 6 മാസം എടുത്തേക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇവിടെ നിങ്ങൾ കരുതിയിരിക്കേണ്ടതായിട്ട് കാണുന്നത് നിങ്ങളുടെ സ്വസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ്. ഈ പോയത് പോട്ടെ, വീണ്ടും പരിശ്രമിക്കുക എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അത് അധികം പേർക്കും കാണാത്ത ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ ആത്മവിശ്വാസം അത് അമിതമാകാതെ ശ്രദ്ധയോടുകൂടി അതിനെ കടിഞ്ഞാണിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയുവാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഈ കടം കൊടുക്കുമ്പോൾ അതിപ്പോൾ ആർക്ക് കൊടുത്താലും ശരി അത് നിങ്ങൾക്ക് തിരികെ കിട്ടും. അല്ല എങ്കിൽ ആ കടം മേടിച്ച വ്യക്തിക്ക് അത് നിങ്ങൾക്ക് തിരികെ തരുവാനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കി മാത്രമേ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ പണം വായ്പ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആ പണം നിങ്ങൾക്ക് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കാറില്ല. എന്ന് മാത്രവുമല്ല, അതിനുവേണ്ടി നിങ്ങളുടെ കൂടുതൽ സമയവും ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ച ആ ഒരു കാര്യം ഇപ്പോൾ നടന്നു കിട്ടുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് 41 ദിവസം മുതൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നടന്നു കിട്ടിയില്ല എങ്കിൽ പിന്നെ 3 മാസം കഴിഞ്ഞ് മാത്രമേ അത് നടത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ എന്തെങ്കിലും അവിചാരിതമായിട്ടുള്ള കാരണങ്ങളാൽ ഈ പറഞ്ഞ 3 മാസം കഴിഞ്ഞിട്ടും അത് നിങ്ങൾക്ക് നടന്നില്ല എങ്കിൽ
വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വീണ്ടും മറ്റൊരു അവസരം കൂടി 1 വർഷത്തിനുള്ളിൽ വന്നു ചേരുന്നതാണ്. അത് നിങ്ങൾ വിനിയോഗിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നീല ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.